പിന്നിലൂടെ മടങ്ങിപ്പോകുന്ന സൈന്യം സംഘടിച്ചുകൊണ്ട് ജബലുർ റുമാത്തിന്റെ ഭാഗത്തുകൂടെ പിൻഭാഗത്തുകൂടെ അകത്തേക്ക് കടന്നു വന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള സൈന്യം യുദ്ധം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. കുറെ ആളുകൾ വിശ്രമിക്കുകയാണ്, കുറെ ആളുകൾ മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ്, കുറെ ആളുകൾ യുദ്ധാനന്തര സ്വത്ത് സമാഹരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് അപ്രതീക്ഷിതമായി സൈന്യം വന്ന് കയറുന്നത്. ഫഖദ് ഖതലുൽ യമാൻ, ഹുദൈഫത്ത് ബിനുൽ യമാൻ തങ്ങളുടെ പിതാവാകുന്ന യമാനിനെ കൊന്നുകളഞ്ഞു. ഇതിലാരാണ് ശത്രുമിത്രമെന്ന് തിരിയാത്ത വിധം ഇടയിലേക്ക് എതിരാളികൾ കയറിപ്പോയി. وفقدوا اتصالهم بالرسول, ഹബീബാകുന്ന നേതാവിന്റെ പൊസിഷൻ എവിടെയാണെന്നറിയാതെ ഹബീബുമായി ബന്ധപ്പെട്ട് മെസ്സേജ് സ്വീകരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ നഷ്ടപ്പെട്ടു പോയി. وصار المشركون يقتلون كل من يلقونه من المسلمين, കിട്ടിയ മുസ്ലിമീങ്ങളെ മുഴുവനും അവര് വെട്ടിനിരത്താൻ തുടങ്ങി. വസ്തതാഉൽ ഖുലൂസ ഖരീബൻ മിനൻ നബി, ലോക നേതാവിന്റെ അടുക്കലേക്ക് അവരടുക്കാനായി. ഫറമൗഹു ബിഹജരിൻ, ഹബീബായ നബി തങ്ങളെ അവര് കല്ലെടുത്തെറിഞ്ഞു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്കിന് പരിക്കുപറ്റി, അവിടുത്തെ പല്ലിന് മുറിവ് പറ്റി. ഹബീബിന്റെ മുഖത്ത് ഫാസ്തലഹു വതഫജ്ജറ അദ്ദമു മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, കല്ല് വന്ന് വീണിട്ട് മൂക്കിന് പരിക്ക് പറ്റി, മുഖത്തിന് മുറിവ് പറ്റി. അവിടുത്തെ പല്ല് അതാ ഷഹീദായി മുഖത്ത് നിന്ന് രക്തമൊലിക്കാൻ തുടങ്ങി. കൈഫ യഫ്ലഹു ഖൗമൻ ശജ്ജൂ നബിയഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിക്കേൽപ്പിച്ച് പല്ല് ഷഹീദാക്കിയ ആളുകൾ അവരെ രക്ഷപ്പെടുമോ? ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിച്ചവർക്കെതിരെയുള്ള ഖഡ്ഗം പോലെയുള്ള ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് പരിക്ക് പറ്റിയിട്ട് പല്ല് ഷഹീദായി. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഒരു സ്വലാത്ത് മദീനയിലേക്ക് ഇപ്പൊ ചെല്ലാമല്ലോ. ഹബീബ് നമ്മുടെ കയ്യിൽ ഈ ദീന് തരാനാണ് കഷ്ടപ്പെട്ടത്, അവിടുത്തെ പല്ല് ഷഹീദായത്. അതുകൊണ്ടൊരു സ്വലാത്ത് നമുക്ക് ചൊല്ലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നക അദ്ദൈതൽ അമാന ونصحت الأمة وكشفت الغمة وجاهدت في سبيل الله حق جهاده. ഓ നബിയേ, അവിടുന്ന് വേണ്ടതുപോലെ അധ്വാനിച്ചിട്ട് ഞങ്ങളുടെ കയ്യിലേക്ക് മതം തന്ന നബിയേ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയതിൽ
വിട്ടുവീഴ്ചയ്ക്ക് ശുപാർശ ചെയ്യണം നബിയേ. മുഅ്മിനീങ്ങളെ, ഹബീബ് സഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഹബീബ് കുഴഞ്ഞു പോയിട്ട് കയറാൻ കഴിയുന്നില്ല, ക്ഷീണിച്ചു പോയി. ഉഹദ് മലയുടെ ഒരു ചെരുവിൽ നിന്ന് ഒരു പാറയുടെ മേലേക്ക് കാലെടുത്ത് വെച്ച് ഉയർന്ന സ്ഥലത്തേക്ക് കയറി നിന്ന് വേണ്ടത് ചെയ്യാൻ നോക്കുമ്പോ ഹബീബ് കുഴഞ്ഞുപോയി. ഉടനെ തൽഹത്ത് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് വീഴല്ലേ നബിയേ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ താങ്ങി കൊടുക്കുന്നു. ഹബീബിനെ ഏറ്റെടുത്ത് മെല്ലെ ഇരിക്കേണ്ട സ്ഥലത്തേക്ക് ആക്കി കൊടുത്തു. ഹബീബ് അവിടെ ഇരുന്ന് രംഗം വീക്ഷിക്കുകയാണ്. തൽഹത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വിളിക്കൂ തൽഹത്തെ, നമ്മുടെ സ്വഹാബികളെ വിളിക്കൂ, എല്ലാവരും വരട്ടെ. തൽഹത്ത് റളിയല്ലാഹു അൻഹു നല്ല ശബ്ദത്തിലങ്ങ് വിളിച്ചു, എല്ലാവരും വരൂ, ഹബീബ് ഇവിടെയുണ്ട്, റസൂലുള്ളാഹി ഇവിടെയുണ്ട്. സ്വഹാബത്ത് കേട്ടവരൊക്കെ വരാൻ തുടങ്ങി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൽഹത്തിന്റെ ശബ്ദമാണ് ഉഹദ് യുദ്ധത്തിൽ വലിയ പോരാട്ടത്തെക്കാൾ ഫലം ചെയ്തത്. തങ്ങൾ പറഞ്ഞതായി ഇബ്നു അസാകിർ രേഖപ്പെടുത്തുന്നു. ഉഹദ് ദിനമെന്ന് പറഞ്ഞാൽ യൗമു തൽഹ, അത് തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ദിവസമാണ്. അതിന്റെ ഇടയിലാണ് അതാ ഇബ്നു ഖുംആ എന്ന് പറയുന്നയാൾ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്ത് കളഞ്ഞു. മിസ്അബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ചെറിയ ശാരീരിക സാദൃശ്യമുണ്ട്. ഈ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെറിയ ശാരീരിക സാദൃശ്യമുള്ള മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ കൊന്നു കളഞ്ഞിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു, ഖദ് ഖതൽതു മുഹമ്മദാ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നു എന്ന് പ്രചരിപ്പിച്ചു. വശാഅ അന്ന മുഹമ്മദൻ ഖദ് ഖുതില ഫതഫറഖൽ മുസ്ലിമൂൻ വദഖല ബഅദുഹും അൽ-മദീന വൻതലഖത് ത്വായിഫത്തും മിൻഹും ഫൗഖൽ ജബൽ വഖ്തലതത് അല സ്വഹാബത്തി അഹ്വാലുഹും. അതാ മഹാന്മാരായ സ്വഹാബികൾ നബിതങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോഴേക്ക് നിലതെറ്റിപ്പോയി. ഞങ്ങളുടെ ചാട്ടം കൊണ്ട് ഹബീബിനെ ഞങ്ങൾക്ക് നഷ്ടമായോ എന്ന സങ്കടത്തോടെ ഒരു വറ്റം മദീനത്തേക്ക്, ഒരു വറ്റം അവിടെ കൊഴിഞ്ഞു മാറിയിരിക്കാൻ തുടങ്ങി. കുറച്ചാളുകൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുണ്ട്. കുറച്ച് സ്വഹാബികൾ ഹബീബിനെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഹബീബിനൊന്നും സംഭവിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ഇത് തുസ്ഇദൂന വലാ തലൂന അലാ അഹദിൻ والرسول يدعوكم في أخراكم فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم والله خبير بما تعملون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല, ഹബീബ് ജീവിച്ചിരിക്കുകയാണ് എന്ന് പരസ്യമായി പറയാൻ ആദ്യമായി അറിഞ്ഞാളാരാണ്? കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്.
فأمره النبي صلى الله عليه وسلم بالسكوت. ഇവര് ഹബീബ് കൊല ചെയ്യപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കുമ്പോ ശത്രുക്കളുടെ നടുവിൽ ഒരു ഭാഗത്ത് ഹബീബുണ്ട്. പരിക്ക് പറ്റിയിട്ടില്ലെന്ന് ആദ്യം അറിയുന്നത് കഅബ് ബിൻ മാലിക് തങ്ങളാണ്. കഅബ് ബിൻ മാലിക് തങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ മിണ്ടല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതുക്കി നിർത്തിയിട്ടാണ് ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകുമ്പോൾ തൽഹത്ത് റളിയല്ലാഹു അൻഹു താങ്ങിക്കൊടുത്തു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മുമ്പിലെത്തി. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങൾ ചാരത്ത് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ നബി അല്ലാഹ് ബിഅബീ അൻത യാ ഹബീബല്ലാഹ്. ഓ എന്റെ വാപ്പതങ്ങൾക്ക് ദണ്ഡമാണ് നബിയേ. നഹരി ദൂന നഹരിക്, വരുന്നതല്ല എന്റെ നെഞ്ചത്തോട്ട് വന്നോട്ടെ, തങ്ങൾക്കൊരു പരിക്കും പറ്റില്ല ഹബീബേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബികൾ അവിടെ ഇളകാതെ നിന്നുകൊണ്ട് വിരിമാറ് കാണിക്കുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ രംഗം ഞാൻ പലതവണയും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ഒരമ്പ് വരുമ്പോ തടുക്കാൻ പരിചയില്ല, കൈയുയർത്താൻ നേരമില്ല. ഖതാദ റളിയല്ലാഹു അൻഹു മുഖമങ്ങ് ഉയർത്തി കാണിച്ചപ്പോൾ അമ്പ് വന്നിട്ട് കണ്ണിൽ തറച്ചിട്ട് കണ്ണ് തെറിച്ച് കയ്യിൽ വന്നു. ഖതാദത്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅയ്നുഹു ഫീ കഫിഹി. കയ്യിൽ വീണ കണ്ണും കൊണ്ട് ഖതാദ തങ്ങൾ നബി തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാണ്. പൊട്ടിക്കരഞ്ഞ് നബി തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ ഇന്ന ഖതാദത ഖദ് ഔജഹ നബിയക ബിഐനിഹി ഫജ്അൽ ഐനഹു വഹദ്ദഹുമാ നദറാ. ആ കണ്ണെടുത്ത് പൂർവ്വസ്ഥാനത്ത് വെച്ചു കൊടുത്തു. സഅദ് ബിൻ നദർ തങ്ങളുടെ ശരീരം മുഴുവനും പണയം വെച്ചു. ഒരു സഹാബി തിരിഞ്ഞു നിന്നിട്ട് അമ്പ് മുഴുവനും മുതുകത്ത് ഏറ്റെടുത്തു. വേറൊരു സഹാബി തിരിഞ്ഞു നിന്നിട്ട് അമ്പ് മുഴുവനും നെഞ്ചത്ത് ഏറ്റെടുത്തു. യുദ്ധത്തിന് വരുമ്പോൾ മുറിവ് പറ്റുന്നവരെ ചികിത്സിക്കാനും വെള്ളം കൊടുക്കാനുമൊക്കെ സ്വഹാബി വനിതകൾ ടെന്റിന്റെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ആക്രമണം വരുന്നു എന്ന് കണ്ടപ്പോ അകത്തിരുന്ന ഉമ്മമാര് പുറത്തേക്ക് ഇറങ്ങി. ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ ഇറങ്ങിയിട്ട് വൽതഫത്തു യമീനം വലാ ശിമാലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈറ്റപ്പുലിയെ പോലെയാണ് ഉമ്മു ഉമാറ എനിക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ നൽകിയത്. വലത്തോട്ട് നോക്കിയാലും ഉമ്മു ഉമാറയുണ്ട്, ഇടത്തോട്ട് നോക്കിയാലും ഭവതിയുണ്ട്. ധൈര്യമുള്ള പെണ്ണാണ് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി. നസീബ ബിൻത് കഅബ് റളിയല്ലാഹു അൻഹാ تذب عن رسول الله صلى الله عليه وسلم بالسيف وترمي بالقوس. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിക്ക് പറ്റുന്നു എന്ന് കണ്ടപ്പോ കിട്ടുന്ന വാളുകൊണ്ട് തടുത്തും അമ്പുകൊണ്ട് എറിഞ്ഞും ഹബീബിന് സെക്യൂരിറ്റിയായി. ഉസീബത്ത് ബിജറാഹിൻ കബീറ, കുറേ പരിക്കുകൾ ബഹുമാനപ്പെട്ട നസീബ ബിൻത് കഅബ് റളിയല്ലാഹു അൻഹയും ഏറ്റെടുക്കേണ്ടി വന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നോക്കുമ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് പതിച്ച അമ്പിന്റെ ചീളുകൾ അവിടുത്തെ പല്ലുകൊണ്ട് പറിച്ചെടുത്തു.
അപ്പോഴേക്ക് ഏകദേശം 30 പേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും കൂടി. അവരെല്ലാവരും പറയുന്നത് നഫ്സി ഫിദാക യാ റസൂലല്ലാഹ് വറൂഹി ഫിദാക യാ നബിയല്ലാഹ്. ചുരുക്കി പറഞ്ഞാൽ സ്വഹാബത്ത് മുഴുവനും ചിതറിപ്പോയി. ഉള്ള ആളുകൾ മുഴുവനും ഹബീബിന്റെ പ്രൊട്ടക്ഷനിലാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് പരിക്കുപറ്റി, വധിക്കപ്പെട്ടു. പക്ഷേ അവസാന ശ്വാസം വരെ ഹബീബിന് വേണ്ടിയാണ്. ബദർ യുദ്ധം എന്തിനായിരുന്നു? സംഘബലത്തെ ആദർശബലം തോൽപ്പിക്കുമെന്ന് വിജയി തെളിയിക്കാനായിരുന്നു. ഉഹദ് യുദ്ധത്തിന്റെ ലക്ഷ്യമെന്തായിരുന്നു? ഈ സമൂഹം മുഴുവനും ഹബീബിന് സമർപ്പിക്കാൻ തയ്യാറാണെന്ന സന്ദേശം കൈമാറാനായിരുന്നു. അത് വേണമെങ്കിൽ ഈ പോരാട്ടം നടക്കണം. ഈ മാലിക സൈന്യം ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ വിജയം അവർക്കാണെന്ന് ഉഹദിന്റെ 1-ാം ഘട്ടം തെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഉഹദ് സമൂഹത്തിന് നൽകേണ്ട സന്ദേശം ബദർ നൽകിയ സന്ദേശമല്ല. ഞങ്ങൾ ഹബീബിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ആരോപണത്തിന്റെ നൂലാമാലകളെ കൊണ്ടോ ആയുധത്തിന്റെ കൂരമ്പുകളെ കൊണ്ടോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങളുടെ ശരീരത്തിന്റെ മേലെ കൂടല്ലാതെ ഹബീബിനെയോ ശിആറുകളെയോ തൊടാൻ പറ്റില്ല എന്ന് തെളിയിക്കലായിരുന്നു ലക്ഷ്യം. അതാണ് നടന്നിട്ടുള്ളത്. അത് സീറയുടെ രചയിതാരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഓരോ യുദ്ധത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിയിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിന്റെ ലക്ഷ്യം സൈന്യബലത്തെ തോൽപ്പിച്ചതായി സമൂഹത്തിനൊരു സന്ദേശം കൊടുക്കലല്ല. നബിതങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന സമൂഹത്തിന്റെ സ്നേഹം ശരിയാണെന്ന സന്ദേശം കൊടുക്കലാണ്. അത് തെളിയണമെങ്കിൽ കുറെ ആളുകൾ മഹബ്ബത്തിന്റെ പേരിൽ ഷഹീദാകേണ്ടതുണ്ട്. അതവിടെ നടക്കുകയും ചെയ്തു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിക്ക് പറ്റിയപ്പോൾ وكان المسلمون في حالة من الألم والخوف والغم لما أصاب رسول الله صلى الله عليه وسلم وما أصابهم. മുഅ്മിനീങ്ങൾക്കും ഹബീബിനും പറ്റിയ പരിക്കിൽ സ്വഹാബത്തിനൊക്കെ വലിയ വിഷമമായി പോയി, താങ്ങാൻ പറ്റാത്ത ഭാരമായി പോയി. ഫഅൻസലല്ലാഹു അലൈഹിമുൻ നുആസ. അപ്പോൾ അല്ലാഹു തആല അവർക്കൊരു മയക്കമിട്ടു കൊടുത്തു. ഫനാമൂ യസീറൻ. അവരൊന്ന് മയങ്ങി. ثم فاقوا آمنين مطمئنين. പിന്നെ ആ ടെൻഷൻ മാറിയിട്ട് അവരുണരുകയും ചെയ്തു. അതാണ് ആലു ഇമ്രാൻ 154 പറയുന്നത്. ثم أنزل عليكم من بعد الغم أمنة نعاسا يغشى طائفة منكم وطائفة قد أهمتهم أنفسهم يظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر من شيء قل إن الأمر كله لله. തുടങ്ങിയുള്ള ആയത്തിലൂടെ പറയുന്നത് എങ്ങനെയാണ്? وقد أجمع المفسرون على أن الطائفة التي قد أهمتهم أنفسهم هم المنافقون. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകിയ മുഅ്മിനീങ്ങൾക്ക് തൂക്കിയുറക്കം കൊടുക്കുകയും അതാ മാനസിക പ്രയാസത്തിലെത്തിയ മുനാഫിഖീങ്ങളെ മുഅ്മിനീങ്ങളിൽ നിന്ന് വേർതിരിക്കുകയും
മുശ്രിക്കീങ്ങളെ അവരുടെ പരാജയത്തിന്റെ മേൽ തന്നെ മടക്കുകയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യമായത് കൊടുക്കുകയും മുഅ്മിനീങ്ങളുടെ ഖൽബിൽ വന്നുപോയ പരീക്ഷണത്തിന്റെ വേദനകൾ മാറ്റിക്കൊടുക്കുകയും ചെയ്തു. അതാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നതെങ്കിൽ മുഅ്മിനീങ്ങളെ ബദർ യുദ്ധത്തിൽ സ്നേഹം ചുരത്തുന്ന രംഗങ്ങൾക്ക് സാവധാനമുണ്ടായിരുന്നില്ല. ഉഹദ് യുദ്ധത്തിൽ അങ്ങനെയല്ല. എല്ലാം സ്നേഹത്തിന്റെ സംഭവങ്ങളേ ഉള്ളൂ. കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ ഷഹീദായത് എവിടെയാണ്? وبحمزة الكرار عم المصطفى നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയായ ഹംസത്തുൽ കറാർ തങ്ങൾ അതാ മല പോലെ ഉറച്ചു നിന്നിട്ട് പുണ്യ നബിയുടെ ആദർശത്തെ പരിപാലിച്ച നേതാവാണ്. അവസാനം മഹാനവറുകളെ ശത്രുക്കൾ കൊല ചെയ്തിട്ട് അതാ നെഞ്ച് പിളർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധത്തിന്റെ മുന്നോടിയായി ഒരു സ്വപ്നം കണ്ടിരുന്നു. ദുൽഫുഖാർ എന്ന് പറയുന്ന അവിടുത്തെ വാളിൽ ഒരു കലയാണ്. അതുപോലെ യുദ്ധത്തിന്റെ ഉള്ളിൽ വേദനകൾ ഉണ്ടാകുമെന്ന് സൂചനയുള്ള സ്വപ്നങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട 5 തരത്തിലുള്ള സ്വപ്നങ്ങൾ അസ്സീറ നബവിയിൽ സല്ലബി എടുത്തുദ്ധരിക്കുന്നുണ്ട്. യൂസുഫ് സാലിഹി തങ്ങൾ 2 നിവേദനങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാവത്തിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപകടത്തിന്റെ സൂചനകളാണ് ആ സ്വപ്നത്തിലൂടെ വിശദീകരിച്ചത്. അതിൽ പെട്ടതാണ് ഹംസത്തുൽ കറാർ തങ്ങൾ ഷഹീദായത്. ആ സൂചനയുടെ പുലർച്ചയാണ്. അവസാനം ഹംസ റളിയല്ലാഹു അൻഹയുടെ അൻഹുവിന്റെ പെങ്ങളാകുന്ന സഫിയ റളിയല്ലാഹു അൻഹ ചെന്നപ്പോ കുത്തിപ്പിളർന്ന് കിടക്കുന്ന ശരീരമാണ് കാണുന്നത്. സുബൈർ ബിനുൽ അവാം തങ്ങൾ പറയുകയാണ്, കണ്ടപ്പോഴേക്കു തന്നെ സഫിയ റളിയല്ലാഹു അൻഹ കാണണ്ടെന്ന് ഹബീബ് ചിന്തിച്ചിരുന്നു. അതിനു മുമ്പങ്ങ് എത്തിപ്പെട്ടുപോയി. സഫിയ റളിയല്ലാഹു അൻഹ ഒരു ഭാഗത്തേക്കങ്ങ് ചരിഞ്ഞു. ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോഴാണ്, കണ്ടില്ലേ, നമുക്കെല്ലാം പരിചയമുള്ളൊരു രംഗത്തേക്ക് ഞാൻ വരാം. ഹബീബ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയുടെ മുകളിൽ നിന്ന് എതിരാളികൾ ഒരു ചോദ്യം, മുഹമ്മദ് നബി എവിടെ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരും മറുപടി പറയണ്ട. രണ്ടാമത്തെ ചോദ്യം, അബൂബക്കർ സിദ്ദീഖ് എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറുപടി പറയണ്ട. മൂന്നാമത്തെ ചോദ്യം, ഉമർ ഇബ്നുൽ ഖത്താബ് എവിടെ? നബി തങ്ങൾ പറഞ്ഞു, ഉമറേ മിണ്ടല്ലേ, തൽക്കാലം അവര് വിളിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ വിളിയാണ്, ഹാദാ യൗമുൽ ലാത്ത വൽ ഉസ്സ, ഇത് ഞങ്ങളുടെ ദൈവം ജയിച്ച യുദ്ധമാണ്. മുഹമ്മദ് നബിയും സാഹിബൈനിയും കൊല്ലപ്പെട്ടു പോയി. മുഹമ്മദ് നബിയുടെ ദൈവം തോറ്റുപോയി, ഞങ്ങളുടെ ദൈവം ജയിച്ചുപോയി എന്നൊരു പ്രഖ്യാപനം വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മറുപടി പറഞ്ഞു, ഉമറേ, നമ്മൾ മറുപടി പറയേണ്ടത് നമുക്ക് വേണ്ടിയല്ല, ദീനിന് വേണ്ടിയാണെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പ വിളിച്ച്, എടാ ചങ്ങാതിമാരെ, ഹാദാ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെയുണ്ട്. വമഅഹു സ്വഹിബുഹു അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെയുണ്ട്. ഞാൻ ഉമറാടാ സംസാരിക്കുന്നത്. ഹാദാ യൗമു റബ്ബിൽ ആലമീൻ, ഇത് ലോകരക്ഷിതാവിന്റെ ദീന് വിജയിച്ച ദിവസമാണ്. ലാത്തയും ഉസ്സയും മനാത്തയും എല്ലാം തോറ്റുപോയടാ, നിങ്ങളുടെ ദൈവത്തിന് വിലാസമില്ല. ശത്രുക്കൾ മുഴുവൻ തലയിൽ കൈവച്ചു പോയി. കാരണം കുറച്ച് ശാരീരിക പരിക്ക് പറ്റിയെന്നല്ലാതെ മുസ്ലിം സമൂഹത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ. നേതാക്കന്മാര് മുഴുവനും ഇവിടെ ഉണ്ടല്ലോ. ബദർ യുദ്ധം അങ്ങനല്ല. അബൂജഹൽ എവിടാടാ, ഉത്ബത്ത് എവിടാടാ, ഷൈബത്ത് എവിടാടാ, വലീദ് ബിൻ മുഗീറ എവിടെയാടാ എന്ന് ചോദിക്കുമ്പോ ഒറ്റ ഒരുത്തനുമില്ലല്ലോ. അതിനെ പ്രതികാരമാക്കാൻ ഉഹദ് കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. പരാജയപ്പെട്ട ആളുകൾ പോയി. പക്ഷേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വേദനിച്ചു പോയി. ഹംസത്തുൽ കറാർ തങ്ങളെന്ന് എന്റെ മുത്താപ്പയാരാണ്. പണ്ട് സഫാ കുന്നിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് എന്നെ ആക്ഷേപിക്കുമ്പോ ഓടി വന്നിട്ട് തടസ്സം പിടിച്ചിട്ട് ഈമാൻ ഏറ്റെടുത്തയാളാണ്. എന്റെ ദീനിന്റെ വലങ്കയ്യായ ഹംസത്തുൽ കറാറാണല്ലോ. അവിടുത്തെ ശരീരം കുത്തിപ്പിളർന്നു കിടക്കുന്നത് കാണേണ്ടി വന്നല്ലോ. എങ്ങനെയാണ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് തങ്ങളെ ഓർത്തിട്ട് സഹിക്കുന്നില്ല. ഹബീബ് ഒന്ന് മയങ്ങിയപ്പോൾ അതാ ഒരു ശബ്ദം കേൾക്കുന്നു. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണ് ശബ്ദം? അൻസാരി പെണ്ണുങ്ങൾ വാവിട്ട് നിലവിളിക്കുകയാണ്. വാവിട്ട് നിലവിളിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായതിൽ നബി തങ്ങൾ പറഞ്ഞു കരയണ്ട. അങ്ങനെ പെണ്ണുങ്ങൾ അലമുറയിട്ട് കരയുന്ന സംസ്കാരം ഇസ്ലാമിൻ്റെതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി പ്രഖ്യാപനം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനോട്. കാരണം കൊല ചെയ്ത വഹ്ശി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് നിങ്ങളോടൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ നിങ്ങൾ എന്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോ ഞാൻ നേരെ കാണുന്ന സ്ഥലത്തിരിക്കല്ലേ. വഹ്ശി റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാമിലേക്ക് പിൽക്കാലത്ത് വന്ന ആളാണ്. പക്ഷേ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളാണ്. ഹബീബിന് അയാളുടെ മുഖം കാണുമ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരളോർമ്മ വരും. ഹിന്ദ് ചവച്ചുതുപ്പിയ ഓർമ്മ വരും. കുത്തിക്കീറിയ ശരീരം കണ്ണിൽ വരും. വേദനിക്കുന്നത് കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു, ശരി തന്നെയാണ്. പക്ഷേ ഞാൻ നേരെ കാണുന്നിടത്തിരുന്നാൽ എന്റെ മുത്താപ്പാനെ ഓർത്ത് വേദനിച്ചു പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു, അഫ്ളലുൽ അസ്മാഇ അബ്ദുല്ലാഹി വ അബ്ദുർറഹ്മാൻ, ഏറ്റവും നല്ല പേര് അബ്ദുള്ളയും അബ്ദുറഹ്മാനുമാണെന്ന് പറഞ്ഞ നബി തങ്ങൾ അതാ ഹംസ റളിയല്ലാഹു അൻഹു വഫാത്ത് ഷഹീദായി കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കുട്ടി ജനിച്ചു. ഖാല ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അതാ ഒരു കുട്ടി ജനിച്ചു. ഇമാം ഹാക്കിം ഉദ്ധരിക്കുകയാണ്, ഒരു കുട്ടി ജനിച്ചു. ഫഖാലൂ മാ നുസമ്മി, ഓ നബിയെ ഞങ്ങൾ എന്താണ് പേരിടേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിഅഹബ്ബിൽ അസ്മാഇ ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് നിങ്ങൾ ഇടണേ.
അതേതാണ്? ഹംസ. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പേര് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹബീബ് സ്നേഹം പറഞ്ഞതാണ്. മാത്രമല്ല, അങ്ങനെ നബിതങ്ങൾ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഭാര്യ, ഭർത്താവും, മകനും, സഹോദരനും, പിതാവും ഷഹീദായി എന്നറിഞ്ഞിട്ട് കരയാത്തൊരു സഹോദരി ഹബീബിന്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി എന്നറിഞ്ഞപ്പോൾ ഹബീബിന്റെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് കരഞ്ഞുപോയി. പക്ഷേ വഹ്ശി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, മറന്നുകൂടല്ലോ. മഹാനവറുകൾക്ക് വലിയ ഖേദമുണ്ടായിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അടിമയായി ഹിന്ദിന്റെ കൽപ്പന പ്രകാരം ചെയ്തു പോയതാണ്. അതുകൊണ്ടൊരു പശ്ചാത്താപം നടത്തണമെന്ന വിചാരമുണ്ടായിരുന്നു. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെ ഒടുക്കിയിട്ട് അത് സമാധാനിച്ചിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു യാ അബ്ദല്ലാഹ് അഫ്വൻ ലക യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ വേദനിച്ചു പോയി. ഇനി കാണുന്നില്ലേ നിങ്ങൾ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആരാണ്? അതാ വീണുപോയി ബദറിൻ ഉഹദിന്റെ രണാങ്കണത്തിൽ. അവസാനം മഹാനവറുകളുടെ ശരീരം പൊതിയുന്ന നേരത്ത് തുണി തികയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉള്ള തുണി കൊണ്ട് തലയുടെ ഭാഗം മറച്ചിട്ട് കാലിന്റെ ഭാഗത്ത് പുല്ലുകൊണ്ട് മറച്ചോ. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് 2 പ്രാവശ്യം ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വന്നവരാണ്. സ്വഹാബത്തിന് കഫൻ പുടവ പോലും ഉണ്ടായിരുന്നില്ല. ജനാസ പൊതിയുമ്പോ തികയുന്ന തുണിയില്ല. പുല്ലുകൊണ്ട് കാല് പൊത്തിയിട്ടാണ് ഖബറടക്കിയത്. ഇനി നോക്കൂ, ഒരു നിവേദനത്തിൽ കാണാം, ഇതുപോലെ ഖബറടക്കുന്ന നേരത്ത് ഒരു തുണിയുമില്ലാതെ വന്നപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂലിന്റെ തുണി ഹംസ റളിയല്ലാഹു അൻഹുവിനെ പൊതിയാൻ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സുണ്ടായിട്ടല്ല, പക്ഷേ വേറെയില്ല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ ചങ്ങാതി ഒടുങ്ങിപ്പോയപ്പോൾ നബി തങ്ങളുടെ കുപ്പായം ഇട്ടുകൊടുത്തത്. അല്ലാതെ അയാളോട് പ്രതിപത്തിയുള്ളത് കൊണ്ടല്ല. നാളെ മുനാഫിഖിന്റെ ആളായി പരലോകത്ത് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കഫംപുടവ വാങ്ങിയിട്ടുണ്ടെന്ന കണക്കും കൊണ്ട് വന്നാലോ അതങ്ങ് വീടിയേക്കാമെന്ന് കരുതി ഹംസ റളിയല്ലാഹു അൻഹുവിന് നല്ല ശാരീരിക പ്രകൃതിയുള്ള ആളായിരുന്നു. അവിടുത്തെയുടെ ശരീരം പൊതിയാൻ തികയാത്തത് കൊണ്ട് തുണി കിട്ടിയത് ചങ്ങാതിയുടെ കയ്യിൽ നിന്നാണ്. അതുകൊണ്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായം ഇട്ടുകൊടുത്തതെന്നും അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ എന്ന് പറയുന്ന ആളുടെ മകനായ അബ്ദുള്ള എന്ന സ്വഹാബിയെ സമാധാനിപ്പിക്കാനാണെന്നും അതിന്റെ വിശദീകരണങ്ങൾ അഇമ്മത്ത് നൽകിയിട്ടുണ്ട്. വിഷയം ഞാൻ മാറിപ്പോകുന്നില്ല. അതാ അടുത്ത ഒരു മഹാനെ പരിചയപ്പെടാമല്ലോ. അതാരാണ്? ഹല്ലലത്ത് ബിൻ അബീ ആമിർ റളിയല്ലാഹു അൻഹു. ഭാര്യയോടൊപ്പം അരമനയിൽ കിടന്ന് സന്തോഷിക്കുന്ന സമയത്താണ് ഹബീബിന്റെ വിളി കേൾക്കുന്നത്. നേരെ ഇറങ്ങി, മഹാനവറുകൾ ഇറങ്ങി. ഹബീബ് വിളിക്കുകയാണ് പടക്കളത്തിലേക്ക്. ഇനിയൊന്നും നോക്കി നിൽക്കാൻ നേരമില്ല. ജനാബത്തായിട്ടുണ്ട്, കുളിക്കാൻ പോലും സമയമില്ല. നേരെ ഇറങ്ങി അങ്ങ്
അങ്ങ് പോയി, പടക്കളത്തിലേക്ക് ഷഹീദായി പോയി. ഷഹീദായി കഴിഞ്ഞതാ മലക്കുകൾ കുളിപ്പിക്കുകയാണ്. ഷഹീദിന്റെ ജനാസ കുളിപ്പിക്കാറില്ല, അടയാളത്തോടെ കബറടക്കാറാണ്. പക്ഷേ ശരീരം മലക്കുകളതാ അന്തരീക്ഷത്തിൽ, ആകാശത്തിനും ഭൂമിയുടെയും ഇടയിൽ വെള്ളിയുടെ തളികയിൽ കൊണ്ടുവന്ന് നല്ല രൂപത്തിൽ കുളിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസ്അലൂ അഹ്ലഹു മാ ശഅനുഹു. എന്താണെന്ന് ഹബീബിന് അറിയാമെങ്കിലും വെരിഫൈ ചെയ്ത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഫസ്അലൂ സാഹിബതഹു അൻഹു. ഭാര്യയോട് ചെന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് ഭാര്യ? ആരാണെന്നറിയുമോ? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകൻ, സ്വഹാബിയായ അബ്ദുല്ലാഹിയുടെ മകൾ ജമീല എന്ന സഹോദരിയാണ്. ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ചെന്ന് ചോദിച്ചു, വല്ല പ്രത്യേക ന്യൂസുമുണ്ടോ? അപ്പോൾ പറഞ്ഞു, خرج وهو جنب حين سمع الهاتف. ഹബീബിന്റെ അടുക്കൽ നിന്നുള്ള വിളിയാളം കേട്ടപ്പോൾ എന്റെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യൗവനം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ഈ ഒരു ജീവിതമുണ്ടല്ലോ, രണ്ട് മക്കളെ ജനിപ്പിക്കാനും അവരെ പഠിപ്പിക്കാനും അവരെ കെട്ടിക്കാനും പിന്നെ കാലം നീട്ടി കബറിൽ പോകാനും അല്ല. നമ്മളെല്ലാം ഇന്ന് ജീവിതത്തെ നിർവചിച്ചു പോയത് അങ്ങനാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ 25 വയസ്സ് വരെ തുള്ളിച്ചാടി നടക്കണം, പിന്നൊരു കല്യാണം കഴിക്കണം, എങ്ങനെയെങ്കിലും 2 മക്കളാകണം, അവരെ പഠിപ്പിക്കണം, അവരെ കെട്ടിക്കണം, പിന്നെ അല്ലാഹ് പള്ളിക്കാട്ടിലേക്ക് പോകണം. ഇത് മാത്രമല്ലേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അജണ്ടയുള്ളൂ? മാറണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമുക്കിവിടെ ഒരുപാട് ചെയ്യാനുണ്ട്. രാത്രികൾ ഉറങ്ങി തീർക്കാനുള്ളതല്ല, പകലുകൾ കറങ്ങി തീർക്കാനുള്ളതല്ല. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഒരുപാട് ചെയ്യേണ്ട കാലമാണ്. എന്റെ ചെറുപ്പക്കാരെ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരട് പറിച്ച് അതാ ചവച്ചു തുപ്പിയെറിയുന്ന ഉഹദിന്റെ രണാങ്കണത്തോട് നമുക്കൊരു കടപ്പാടില്ലേ മോനെ? മണവറയിൽ നിന്ന് പരിശുദ്ധരായ നബിതങ്ങളുടെ സ്വരം കേട്ടിറങ്ങി വന്ന ഹൻദല റളിയല്ലാഹു അൻഹുവിനോട് നമുക്കൊരു കടപ്പാടില്ലേ മോനെ? മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് നമുക്കൊരു ബാധ്യതയില്ലേ മോനെ? ഇവിടെ കള്ളുകുടിയും പെണ്ണുപിടിയും വ്യഭിചാരവുമായി നടക്കുന്ന യൗവനങ്ങളെ തിരുത്തേണ്ടതാരാണ്? അല്ലാഹുവിന്റെ ഹബീബ് സാധാരണക്കാരനാണെന്ന് ഓരിയിടുന്ന മതപരിഷ്കരണവാദികളുടെ വിദണ്ഡവാദങ്ങളുടെ കോട്ടകൊത്തളങ്ങളെ തട്ടിത്തെറിപ്പിച്ചിട്ട് തൗഹീദ് സ്ഥിരപ്പെടുത്തേണ്ടതാരാണ്? അരുതായ്മയുടെ ആഴിയിൽ കിടന്നിട്ട് ലോകത്തെ മുഴുവനും അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന നഷ്ടയൗവനങ്ങളെ തിരുത്തി കൊണ്ടുവരേണ്ടതാരാണ്? ഇത് സ്നേഹത്തിന്റെ പ്രപഞ്ചമാണ്. ഇത് ധർമ്മ വിപ്ലവത്തിന്റെ ആയുധമേറ്റെടുക്കേണ്ട സമരഭൂമിയാണ്. നാളെ മുതൽ വിശ്രമിക്കാനല്ല, പരിശ്രമിക്കാനാണ്. അത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയാണ്. തിരുത്തുവാനുള്ളൊരു യുവതലമുറ രൂപപ്പെടാനുള്ള സ്നേഹലോകമാണിത്. നമുക്ക് നേരം വെളുക്കും വരെ കിടന്നുറങ്ങാൻ പറ്റൂല. നമുക്കിവിടെ ആളുകൾ ചെയ്യുന്ന അരുതായ്മകളുടെ മുമ്പിൽ കണ്ണടച്ച് നീങ്ങാൻ പറ്റൂല. കൊണ്ടുപോയി നാളെ പള്ളിക്കാട്ടിൽ വെക്കുമ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിന് സാക്ഷിയായ ഒരു അന്തരീക്ഷമുണ്ട് ഇവിടെ. ഹല്ലലത്ത് ഇബ്നു അബീ ആമിർ തങ്ങൾക്ക് സാക്ഷിയായ ഒരു ആകാശമുണ്ട് ഇവിടെ. ജഅഫർ തയ്യാറിന് സാക്ഷിയായ ഒരു സൂര്യനുണ്ട് ഇവിടെ. കണ്ടില്ലയോ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹിയെ കണ്ടൊരു ചന്ദ്രനുണ്ട് ഇവിടെ. അതിന്റെ മുമ്പിലൂടെ എന്റെയും നിന്റെയും ജനാസ കൊണ്ടുപോകുമ്പോ
അവരെ പോലെ ജീവൻ കൊടുത്തില്ലെങ്കിലും, അവരെ പോലെ വിരിമാറ് കീറിയില്ലെങ്കിലും, നമ്മളെ കൊണ്ട് ഹിദായത്തിന്റെ ചെറിയൊരു കർമ്മമെങ്കിലും ചെയ്തത് വേണ്ടേ മോനെ? ഇന്നത്തെ ഏറ്റവും വലിയ സേവനം സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അതാണ് അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആലിമീങ്ങൾ. 100 വയസ്സിനോടടുത്ത് നിൽക്കുന്ന താജുൽ ഉലമാ മിനിഞ്ഞാന്ന് കുവൈത്തിലാണ്. കറങ്ങാൻ പോയതല്ല. എമിഗ്രേഷനിൽ പാസ്പോർട്ട് കൊടുത്തപ്പോൾ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു വിസ അടിച്ചു തരില്ല. 95 വയസ്സായ ആൾക്ക് കുവൈത്തിലേക്ക് വിസിറ്റിംഗ് വിസ ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വിഷമത്തിലാണ്. അപ്പോഴാണ് പ്രത്യേക ഓർഡർ വാങ്ങിയിട്ട് കുവൈത്തിലേക്ക് പോയത്. കറങ്ങാനല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാനും സംഘടനയെ ചിട്ടപ്പെടുത്താനുമാണ്. കാന്തപുരം ഉസ്താദ് അതാ നിരന്തരമായ യാത്രയിലാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഉപ്പാപ്പയുടെ പ്രായമായി, വിശ്രമിക്കാനുള്ള സമയമായി. പക്ഷേ ദീനിനു വേണ്ടി പരിശ്രമിക്കുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദ് ഉറങ്ങുകയല്ല. ചെറുപ്പക്കാരാ, കിതാബ് മുതാല ചെയ്യുകയും ഇപ്പോഴും എഴുതുകയും ദർസ് നടത്തുകയും ചെയ്യുകയാണ്. അതുപോലെ പ്രായമുള്ള നമ്മുടെ ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിലകൊള്ളുന്ന പടക്കുതിരകളാണ്. നമ്മൾ യുവാക്കള് ശണ്ഠന്മാരെ പോലെ മറഞ്ഞു നടക്കേണ്ടവരല്ല. ഇറങ്ങി വരണം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി. കർമ്മബോധയിൽ നിന്ന് ധർമ്മസമരത്തിന് വേണ്ടി മുന്നോട്ട് വന്ന് സത്യത്തെ സംസ്ഥാപിക്കുവാൻ ജഅഫർ തയ്യാർ തങ്ങളെ കീറിയ വിരുമാറുമായി നാളെ വരുമ്പോ പോസ്റ്റർ ഒട്ടിച്ചു സ്നേഹപ്രപഞ്ചത്തിനു വേണ്ടി, ഒന്ന് നോട്ടീസ് വിതരണം ചെയ്തു നബിദിന പരിപാടിക്ക് വേണ്ടി, ഒന്ന് ബോർഡ് കെട്ടി ഹബീബിന്റെ സ്നേഹം പറയാൻ വേണ്ടി, ഒരു പ്രചരണത്തിനിറങ്ങി റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ വേണ്ടി. അതുപോലെ തന്നെ മദ്യം തെറ്റാണ്, കുടിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള സമരം, ലോട്ടറി പാടില്ല നിരോധിക്കണമെന്ന് പറയാനുള്ള സമരം, വ്യഭിചാരം അരുതാത്തതാണ്, ആളുകൾ അടുക്കുക പോലും അരുതെന്ന ഖുർആനിക സമരം പ്രഖ്യാപിക്കാനുള്ള ജീവിതം. ഇങ്ങനെ പരിശ്രമത്തിന്റെ ഒരു പര്യവസാനിയായി, വിശ്രമത്തിന്റെ തുടക്കമായി മരണം മാറണ്ടേ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഈ യൗവനം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പിക്കാനാണ്. അതുകൊണ്ട് തങ്ങന്മാരുടെ, ആലിമീങ്ങളുടെ, പണ്ഡിതന്മാരുടെ പക്വതയുള്ള പ്രസ്ഥാനത്തിന്റെ ചിട്ടയൊത്ത സംഘടനാ വഴിയിൽ മുന്നോട്ട് വന്ന് SSF-ന്റെയും SYS-ന്റെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ പാളയങ്ങളിൽ നിന്ന് അവസാനം വരെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഒന്ന് നിലകൊണ്ടാൽ ഇൻഷാ അല്ലാഹ് ഹിയ ജന്നത്തുൻ طابت وطاب نعيمها هي جنة طابت وطاب نعيمها ونعيمها باق وليس بفاني. അവസാനിക്കാത്ത അനുഗ്രഹങ്ങളുടെ കലവറയായ പറുദീസയിലേക്ക് പോകാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, അപ്പോൾ ഉഹദ് രണാങ്കണം മുഴുവനും സ്നേഹത്തിന്റേതാണ്. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹിയുടേതാണ്, സഅദ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിന്റേതാണ്, അൻസാരി ഉമ്മമാരുടേതാണ്. ലോകത്തിന് തുല്യതയില്ലാത്ത സ്നേഹലോകത്തിന്റെ അതുല്യ ജ്വാലകളെ ലോകത്തിന്റെ ഹൃത്തടത്തിലേക്ക് അടയാളപ്പെടുത്തിയ സമരഭൂമിയാണ്. ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് പറയട്ടെ, നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചം ഒരു സമരമാണ്. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചം ഒരു സംസ്കാരമാണ്. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചം ചില കാര്യങ്ങൾ തുറന്നു പറയാനാണ്. എന്താണെന്നല്ലേ?
ഒന്നാമതായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹലോകത്തേക്കുള്ള സ്വാഗതമാണ്. രണ്ടാമത് ഹബീബിനെതിരെ തിരിയുന്നവരോടുള്ള ഖഡ്ഗമാണ്, സമരമാണ്. ഒരുപാട് ആളുകൾ ഹബീബിനെ പുറംതിരിഞ്ഞ് കളിയാക്കുകയും കുറ്റം പറയുകയും ചെയ്തവർ പരാജയമടഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇന്നലകളിൽ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്നൊരാളെ കൂടി ഞാൻ പറയട്ടെ, പിന്നെയും തുടരാൻ എത്ര ആളുകളാണ് ചരിത്രം പറയുന്നത്. അതാ ഞാൻ ഇപ്പൊ ഓർമ്മപ്പെടുത്തുന്നു. ആസ് ബിൻ വാഇൽ എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കുന്ന ആളാണ്. ആദ്യകാലത്ത് നബി തങ്ങൾ നബിയാണെന്നറിഞ്ഞു ഖുറൈശികളോട് വാദിച്ചു. അവരുടെ വഞ്ചനയിൽപ്പെട്ടു. ദുരഭിമാനം കൊണ്ട് അയാളുടെ ആദർശം നിന്ന് മാറിയില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി. ആസ് ബിൻ വാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്ന മോൻ വഫാത്തായപ്പോ ചങ്ങാതി പ്രചരിപ്പിക്കാൻ ഇറങ്ങി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ അടുക്കാൻ പാടില്ല. ദഊഹു ഫഇന്നമാ ഹുവ റജുലുൻ അബ്തർ. അതാ പരമ്പരയില്ലാതെ വാലറ്റുപോയ ആളാണ്. അവിടുന്ന് ശേഷക്കാരാരുമില്ല. ലൗ മാത ഫഖദ് ഇൻഖതഅ ദിക്റുഹു. മരിച്ചുപോയാ പിന്നെ ആരും ബാക്കിയുണ്ടാവൂല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച ആളാണ്. അപ്പോഴേക്ക് തന്നെ അല്ലാഹു അവിടുന്ന് മറുപടി കൊടുത്തിരുന്നു. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. തങ്ങളെ തങ്ങളുടെ പരമ്പരയറ്റു എന്ന് പറയുന്ന ആളുകൾ അവരാണ് പരമ്പരയില്ലാത്തവർ. അഹ്ലു ബൈത്തില്ല എന്ന് പറയുന്ന ആധുനിക വഹാബി സംസ്കാരം ഇവരുടെ പിൻഗാമികളാണ്. ആസ് ബിൻ വാഇലിന്റെ അനുയായികളാണ്. ഇവിടെ ഉള്ളതെല്ലാം പ്രവാചകന്റെ മക്കളാണ്. അഹ്ലു ബൈത്തില്ല എന്ന് പറയുന്നവർ തത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയെ നിഷേധിച്ചവരാണ്. അബ്തറാണെന്ന് പറയുന്നതിന് സമാനരാണ്. സൂക്ഷിച്ചുകൊള്ളണം. അതാ ആ ആളുകളോട് ചങ്ങാത്തം പുലർത്താൻ നമുക്ക് കഴിയില്ല. നമ്മൾ ഹബീബിന്റെ ആളുകളാണ്. നമുക്കാകെയുള്ളത് ഹബീബിന്റെ പ്രണയലോകമാണ്. തീവ്ര വിചാരത്തിലൂടെ ഇസ്ലാമിനെ അപകടപ്പെടുത്താൻ ഇറങ്ങിയ ആധുനിക യുവാക്കളിൽ ചില ആളുകൾ ഇസ്ലാമിന്റെ ബാലപടമാറിയാത്ത അല്പജ്ഞാനികളാണ്. കൃത്യതയില്ലാത്ത ചില യുവജനക്കൂട്ടമാണ്. ചിട്ടയില്ലാത്ത ചില പ്രളയങ്ങളാണ്. അതിൽ അകപ്പെട്ടു പോകല്ലേ മോനെ. നമ്മൾ ഹബീബിന്റെ ആളുകളാണ്. ഹം റസൂലുള്ളാഹ് കേ ജന്നത്ത് റസൂലുള്ളാഹ് കീ. നമ്മൾ റസൂലുള്ളാഹിന്റെ ആളുകളാണ്. സ്വർഗ്ഗം ഹബീബ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ചുരുക്കി പറയാം, വലാഖ സദ്റു റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് വേദനയായി. അതാ ബിഹി വബിമൻ മഅഹു മിനൽ മുസ്തഹ്സിഈൻ. ഈ ആസ് ബിൻ വാഇലും അനുയായികളും നബി തങ്ങളെ കളിയാക്കിയപ്പോൾ നബി തങ്ങളുടെ മനസ്സങ്ങ് നൊന്തു. ഫശകാഹും ഇലാ റബ്ബിഹി വമൗലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹുവിനോട് പറഞ്ഞു, വേദന പങ്കുവെച്ചു. ഫഅൻസലല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. വജാഅ ജിബ്രീൽ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. വഹും യതൂഫൂന ബിൽ ബൈതി ഫഖാമ വഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് കഅബാലയത്തെ ചുറ്റുമ്പോൾ നബി തങ്ങൾ അവിടെ നിന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അടുത്തു നിന്നു. ഫമറ ബിഹിൽ ആസ് ബിൻ വാഇൽ. ആസ് ബിൻ വാഇൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതാണ് കക്ഷി. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അടുത്ത് നിൽക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നമ്മുടെ കക്ഷി ഇയാളാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം അവന്റെ തലയിലേക്ക് നോക്കി. തലയിൽ നിന്ന് ചലമൊലിച്ച ചങ്ങാതി ചത്തുപോയി.
ഇന്ന് നബി അലൈഹിസ്സലാം നോക്കിയത് കാലിലേക്കാണ്. എന്ത് രസമാണ് ഈ ചരിത്രം വായിക്കുമ്പോൾ. ഇതിന് സമാനമായി പല സംഭവങ്ങളുമുണ്ട്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം അതാ ഒരു സൈലന്റ് അറ്റാക്ക് കാലിലേക്ക് നോക്കി. ഫഖറജ അലാ ഹിമാരിൻ ലഹു യുരീദു ത്വായിഫ്. ചങ്ങാതി ത്വായിഫിലേക്ക് വണ്ടി കയറി. ആ വാഹനത്തിൽ നിന്ന് വീണ് കാല് പൊട്ടി. ആ കാലിൽ ഒരു മുള്ള് തറയ്ക്കുകയും ചെയ്തു. ആ കാലിൽ കൊണ്ട മുള്ളിന്റെ കാരണമായി ചങ്ങാതി ചത്തുപോയി. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ നോട്ടമാണ്. ഇന്നലെ തലയിലേക്ക് നോക്കിയപ്പോ അവിടെയാണ് അറ്റാക്ക്, ഇന്ന് കാലിലേക്ക് നോക്കിയപ്പോ അവിടെയാണ് അറ്റാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്ത മുഴുവൻ ആളുകളും പേനയുണ്ടികളെ ആയുധം താഴെ വെച്ച് തൗബ ചെയ്ത് പുണ്യപ്രവാചകരുടെ മദീനത്തെ വാതിൽപ്പടിയിൽ പോയിട്ടൊരു ചുംബനം കൊടുത്ത് ഹബീബിനോട് മാപ്പിരന്നില്ലെങ്കിൽ ഗതി കഷ്ടമാണ്. അതിന് പുറം കൊടുത്ത ഇവിടത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ശകുനം നന്നാകണമെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാണെങ്കിൽ പരസ്യമായി മാപ്പ് പറഞ്ഞിട്ട് ഹബീബിന്റെ മദീനയിലേക്ക് പോയിട്ട് ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വലൈസ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റസൂലി. ഓടി വരാൻ ഹബീബേ ഉള്ളൂ എന്ന വിനയം വരട്ടടോ. അല്ലാതെ സമുദായത്തിന്റെ മുഴുവൻ മൊത്ത കുത്തക ഏറ്റെടുത്ത് ഞങ്ങള് സംരക്ഷണ ഏജൻസികളാണെന്ന് പറഞ്ഞ് യുവതലമുറയെ മുഴുവനും വട്ടത്തിലാക്കിയിട്ട് രാഷ്ട്രീയത്തിന്റെ ചേറിലും തീവ്രവാദത്തിന്റെ കുഴിയിലും അപകട വിശ്വാസത്തിന്റെ ചളിയിലും തല്ലിയെറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനക്കാരെ, ആദർശപരമായി നിങ്ങളോട് ഞങ്ങൾ സന്ധിയില്ല, സമരത്തിലാണ്. ഞങ്ങൾക്ക് വലുത് ഹബീബാണ്, ഞങ്ങളുടെ ഈമാനാണ്. ഞങ്ങൾക്ക് വലുത് ലോകൈക നേതാവാണ്. മരിക്കുന്ന സമയത്ത് ഹബീബായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞാൽ സ്വർഗം കിട്ടിയെന്ന് ആശിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ആ മഹബ്ബത്തിന്റെ ലോകത്തെ ചെറുക്കാനോ അതിനെ ഒതുക്കി വെക്കാനോ ഒരു ശക്തികൾക്കും സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് വരാനുള്ളത് ഇലാ റിയാദിൽ മഹബ്ബത്തിൽ മുഹമ്മദിയത്തിൽ ഗറാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രണയ പ്രപഞ്ചത്തിലേക്ക്, ഹബീബിനോടുള്ള സ്നേഹം ഒരൊറ്റ ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഉഹദിന്റെ രണാങ്കണമല്ലേ ഇന്ന് നിർത്തുന്നത്. ഇപ്പോൾ ഹിജ്റ 3-ാം കൊല്ലമായിട്ടേ ഉള്ളൂ. നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിന്റെ ഈ വർഷത്തെ കർത്തൻ ഇവിടെ വീഴുകയാണ്. അള്ളാഹു ആയുസ് നൽകി അവസരവും നൽകിയാൽ ബാക്കി വായിക്കേണ്ടത് അടുത്ത വർഷമാണ്, ബാക്കി കേൾക്കേണ്ടത് അടുത്ത വർഷമാണ്. പ്രഭാഷകൻ ഇവിടെ ഉണ്ടാകുമോ എന്ന് തീർച്ചയില്ല. ശ്രോതാക്കളിൽ ആരൊക്കെ ബാക്കിയാകുമെന്നറിയില്ല. ഔദാര്യവാനായ അള്ളാഹു ഹബീബിന്റെ മഹബ്ബത്ത് പറയാനും കേൾക്കാനും അവന്റെ പ്രീതിയിലായി ആയുസ് നീട്ടിത്തരട്ടെ. ആ ജീവിതം മുഴുവനും ഹബീബിലേക്ക് സമർപ്പിക്കാനുള്ള നിയോഗം തരട്ടെ. മുഅ്മിനീങ്ങളെ, ഒരു 2 മിനിറ്റ് കൂടി നിങ്ങളൊന്ന് ക്ഷമിക്കണേ. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ഈ പരമ്പരയുടെ ഈ വർഷത്തെ പരിസമാപ്തിയാണിവിടെ. ഇതിന്റെ തുടർച്ച പറയാൻ ഈ വർഷം ഇനി ഉദ്ദേശിക്കുന്നില്ല. യാ റസൂലല്ലാഹ്, അവിടുത്തെയുടെ അവദാനങ്ങളും ചരിത്ര ശകലങ്ങളും വായിക്കുന്നവരാണു ഞങ്ങൾ. എവിടെങ്കിലും മനസ്സിലാക്കിയെടുത്ത് മാറിപ്പോയെങ്കിൽ, എവിടെങ്കിലും വായിച്ചെടുത്ത് പിഴച്ചുപോയെങ്കിൽ, എവിടെങ്കിലും ഉദ്ധരിച്ചെടുത്ത് പിഴവ് പറ്റിയെങ്കിൽ കരുതിക്കൂട്ടിയല്ല. അല്ലാഹുവേ, വിട്ടുപുറത്തു മാപ്പ് തരണം റഹ്മാനേ.
മുഹിബ്ബീങ്ങളെ, ഉഹദിന്റെ രണാങ്കണം അവസാനിക്കാൻ പോവുകയാണ്. എത്രയോ ഞാൻ വിട്ടുപോയിട്ട് വായിച്ചതാണിവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സ്വഹാബിമാരെ വിടുന്നുണ്ട്. അഹ്വ മിനൽ അഹ്യാ അം മിനൽ അംവാത്ത്. സഅദിനെ ഒന്ന് നോക്കിയിട്ട് വന്നേ, സഅദ് ഷഹീദായോ എന്ന്, അല്ല ഇനിയുമുണ്ടോ എന്ന്. അപ്പോൾ പോയി നോക്കുകയാണ്. അതാ അബീ വഖാസ് തങ്ങൾ പോയി നോക്കുമ്പോ വഹുവ മിനൽ അഹ്യാ ഫീ ഹാലി സക്റതിഹി, യാത്ര ചോദിക്കാൻ അടുക്കുകയാണ്. ഔസിനീ യാ ഖായിദൽ അൻസാർ, അൻസാരികളുടെ നേതാവേ എന്തെങ്കിലും ഒന്ന് അവസാനം പറയൂ. അപ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളുടെ ഇമ വെട്ടുന്ന ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഹബീബിനെ വിട്ടിട്ട് പോകല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ നോക്കിക്കോളണേ. അങ്ങനെയാണ് ഓരോ സ്വഹാബിയുടെയും വികാരം. അതാ ഒരു സ്വഹാബി കിടന്ന് വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ ഇങ്ങോട്ടൊന്ന് വരണേ നബിയേ. മുസ്തദറക്കിൽ കാണുന്നുണ്ട്, വിളിക്കുകയാണ്, ഹബീബേ ഒന്ന് വരണേ. അതാ കൈയും കാലുമെല്ലാം പരിക്കു പറ്റിയിട്ട് രണാങ്കണത്തിൽ കിടന്ന് ഇഴയുന്ന സ്വഹാബിയാണ് വിളിക്കുന്നത്, നബിയേ ഒന്ന് വരണേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നങ്ങ് ചെല്ലുമ്പോ ഇഴഞ്ഞു കിടക്കുന്ന സ്വഹാബി തല വലിച്ചു കൊണ്ടുവന്ന് ഹബീബായ നബി തങ്ങളുടെ കാൽക്കലേക്ക് റഅസീ അലാ റിജ്ലൈക്, ഹബീബിന്റെ കാലിൽ വെക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാദം മെല്ലെ ഇങ്ങനെ ഉയർത്തി സ്വഹാബിക്ക് തലയിണ പോലെ ഹബീബിന്റെ കാല്. ദുനിയാവിനോട് യാത്ര ചോദിച്ചു. ആ സ്വഹാബി കൊതിച്ചത് ഹബീബായ നബി തങ്ങളുടെ കാൽപാദത്തിന്റെ മേലെ കിടന്ന് മരിക്കാനാണ്. എന്തൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എനിക്കിതെങ്ങനെ പറയണോന്നോ എവിടെ എത്തിക്കണോന്നോ ഒന്നും അറിഞ്ഞുകൂടാ. യാ ആശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി, പ്രണയമുള്ളവരെ ഹബീബിനോട് അതിലങ്ങ് ലയിച്ചു ചേർന്നിട്ട് അതിലങ്ങ് മതോന്മത്തരായി നടന്നോളൂ. ഹബീബിന്റെ ലോകമിതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹലോകമാണ്. ഈ ഒരാഴ്ച ദിവസം ഹബീബിന്റെ മൗലിദ് കേട്ട ഉപ്പമാരെ, ഒരു മാറ്റം ഈ മജ്‌ലിസിൽ നിന്ന് ഏറ്റെടുക്കണം. ക്ലീൻ ഷേവ് ചെയ്യുന്നവരുണ്ടെങ്കിൽ താടി വെക്കണം. ഹബീബിന്റെ സുന്നത്ത് കവിളത്തിരിക്കാനാണ്. നാളെ പിടിമണ്ണുരുട്ടിയിട്ട് വെക്കുമ്പോ അവിടെ ഒരു സുന്നത്ത് നിലനിൽക്കാനാണ്. അത് മരിക്കുന്നതിന് മുമ്പ് പോരെ മുസ്ലിയാരെ? നാളെ ചിലപ്പം മരിച്ചു പോകുമുപ്പാ. അതുകൊണ്ട് ഇത് ഹിദായത്തിന്റെ നിമിഷമാണ്. ഇപ്പൊ തന്നെ നിയ്യത്ത് ചെയ്യണം, മാറ്റമുണ്ടാകണം. അതുപോലെ ചെറുപ്പക്കാരെ, നെരിയാണിക്കു താഴെ നമ്മുടെ വസ്ത്രം ഇനി ഇറങ്ങാൻ പാടില്ല. ഹബീബിന് വിഷമമാകും, ഹബീബായ നബി തങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇവിടെ ഒന്ന് നിയ്യത്ത് ചെയ്യണം. ഇനിയുള്ള ജീവിതം ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ സമ്മാനമായി ഒരു സുന്നത്തിന്റെ ജീവിതത്തിൽ വരണം. അതുപോലെ റവാത്തി
റവാത്തിബുകൾ മുടങ്ങിപ്പോകുന്നവരുണ്ടെങ്കിൽ പരമാവധി ശ്രദ്ധിക്കണം. ഹബീബിനെ ഓർത്തുകൊണ്ടൊരു സുന്നത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ സമ്മാനമായി വരണം. അങ്ങനെ കുറെ സുന്നത്തുകളെ ഹയാത്തായതിന്റെ മുഴുവനും മദീനയിലേക്ക് കാണിക്കപ്പെടുമ്പോ ലോക നേതാവിന്റെ ഒരു പുഞ്ചിരി കിട്ടിയാൽ ജിസ് തർഫ് ഉഡ് ഗയി ദം മേ ദം ആ ഗയാ ഉസ് നിഗാഹേ ഇനായത്ത് പേ ലാഖോ സലാം. ഹബീബിന്റെ ഒരു ചിരി കിട്ടിയാൽ രക്ഷപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഔറത്ത് മറച്ച് ജീവിക്കണം. ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കണം. അതിന്റെ ഭാഗമായി മുടി മറയ്ക്കുന്ന തലവസ്ത്രം, ശിരോവസ്ത്രം ധരിക്കണം. എന്നിട്ട് എന്റെ ഹബീബിന്റെ പൊരുത്തം വേണമെന്ന് ആശിക്കണം. ഇന്ന് വരെ അശ്രദ്ധരായവരാണോ? ഇന്ന് മുതൽ മാറിയിട്ട് നാളെ ഞാൻ മരിച്ചാൽ എന്റെ ഹബീബിനെ കണ്ട് മരിക്കാനാണ് എന്ന നിലക്ക് മാന്യമായി വസ്ത്രധാരണം നടത്തണം. സ്വലാത്ത് നിലനിർത്തണം. നിസ്കാരത്തിൽ വീഴ്ച വരുത്തരുത്. വൃത്തികെട്ട സിനിമകളുടെ മുമ്പിൽ തപസ്സിരുന്ന സമയം കളയരുത്. പടച്ചവന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തിന്റെ വർഷം നടത്തണം. അവസാനം ആ ഹബീബിന്റെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. എല്ലാത്തിലും ഉപരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ ഈ മജ്ലിസ് കാരണമാകണം. എത്ര ഉമ്മമാരാണ് കണ്ടുപോയത്, എത്ര ഉപ്പമാരാണ് കണ്ടുപോയത്. ഞാൻ ഈ വിഷയം പറയുന്നൊരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഇന്നലെയും ഞാൻ കോളേജിൽ ഇവിടത്തേക്ക് വരാനുള്ള വിഷയങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രായമുള്ള സ്വാലിഹത്തായ ഒരു ഉമ്മ കോളേജിൽ വന്നു. ഓഫീസിൽ എന്തോ സംഭാവനകൾ കൊടുത്തു. അപ്പുറത്ത് നമ്മുടെ റൂമിന്റെ അപ്പുറത്ത് വന്ന് നിന്ന് തീർത്തും ചിട്ടകൾ പാലിച്ച് വിധവയായ പ്രായമുള്ള ഒരു ഉമ്മാമ, പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിന് ദുആ ചെയ്യുന്ന ഉമ്മയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടെന്ന സന്തോഷം പറയാനാണ് വന്നത്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. കുറെ ആളുകൾ കണ്ടതെങ്ങനെയൊന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ അത് കാണാൻ പറ്റുമെന്ന നിയമം പറയുന്നുണ്ട്. കണ്ട ഇമാമീങ്ങളുടെ സംഭവമുണ്ട്. ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഹബീബിനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് കേവലം ചില മദ്ഹുകൾ മാത്രം പറഞ്ഞു പോകാനുള്ളതല്ല. ഈ ഒരാഴ്ച ഹബീബിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോ എനിക്കൊരു മാറ്റം വരണം, നമുക്കൊരു മാറ്റം വരണം. അല്ലാഹു നമ്മളെ മുഴുവനും നന്നാക്കി തരട്ടെ. നമ്മളാക്കിയ ഉപ്പ ഉമ്മമാർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ ജീവിതം ചെറുതാണ്, പക്ഷേ നാളെ അനസ് റളിയല്ലാഹു അൻഹു ഓടിച്ചെല്ലും. അനസ് ഇബ്നു മാലിക്കിൽ കാണുന്നുണ്ട്, ഞാൻ നാളെ ഓടിച്ചെല്ലും. എന്തിനു വേണ്ടിയാണ്? എന്റെ കയ്യിൽ റസൂലുള്ളാഹി തങ്ങൾ ഒരു മുടിയുണ്ടായിരുന്നു, അതെന്റെ നാവിന്റെ അടിയിൽ വെച്ചിട്ട് കബറടക്കാൻ വസിയ്യത്ത് ചെയ്തു. ഇമാം ബുഖാരി പറഞ്ഞു, അതാ വദുഫിന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വശഅറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹ്ത ലിസാനിഹി. ഒരു ചെറിയ വടിയുണ്ടായിരുന്നു നബി തങ്ങൾ കൊടുത്തത്. ആ വടിയും കബറിൽ വെക്കാൻ വസിയ്യത്ത് ചെയ്തിട്ടാണ് പോയത്. അവസാനം അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നാളെ പരലോകത്ത് ഞാൻ ഓടിച്ചെല്ലും. ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറയും, അന ഖുവൈദിമുക ഉനൈസ്, അന ഖുവൈദിമുക ഉനൈസ്. നബിയേ, ഞാൻ തങ്ങൾക്ക് സേവനം ചെയ്ത കുഞ്ഞനസ് മോനാ നബിയേ.
എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിച്ചെല്ലുമ്പോ എന്നെ മനസ്സിലാകും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുഴുവനും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.